ഞാൻ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ ആ മതിപ്പുറത്തുള്ള ബിൽഡിങ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. 91 കോടി രൂപ കൊടുത്ത് നിർമ്മിച്ച ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ കണ്ട ദയനീയമായ കാഴ്ചയാണ്. നമ്മുടെ ഈ വീഡിയോ ഒന്ന് നമ്മുടെ കൂട്ടുകാർ കണ്ടു നോക്കുക. അവിടെ പോയപ്പോൾ തന്നെ അവിടെയുള്ള കുഞ്ഞു മക്കളാണ് കേട്ടോ എന്നെ വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെയാണ് അമ്മമാരുടെ ആ ഒരു സങ്കടവും കാര്യങ്ങളും. മേയർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ പുള്ളി വന്നിട്ട് എന്താ പറഞ്ഞ്? ഈ കൊച്ചു മക്കളെ എന്നെ വിളിച്ചിട്ട് പോവുകയാണ്. താമസയോഗ്യമല്ലാത്ത ബിൽഡിങ്, കുടിവെള്ളമില്ലായ്മ, ഓട ബ്ലോക്ക്, എല്ലാ സംഭവവും താണ്ടിയാണ് ഈ 300-ലേറെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ കൊള്ളാം, കണ്ടോ? സ്റ്റെയർകേഴ്സാണ്, കാണുന്നുണ്ടോ? കുഞ്ഞു മക്കളൊന്ന് കാണിച്ചു തരാണ്. 3ാമത്തെ നിലയിൽ അതിലേ പോയിണ്ട്, ഇതിലേ കയറണ്ട്, നടക്കി നോക്കാം. ഒരു 3ാമത്തെ നിലയിൽ പൊളിഞ്ഞു കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്ന് കാണുമ്പോഴേ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യയോഗ്യമല്ലാത്ത ഒരു സാധനങ്ങളാണ് ചെയ്ത് നിർമ്മിച്ചു കൊടുത്ത് 91 കോടി രൂപയുടെ അഴിമതി ചെയ്തതാ. മക്കൾ കാണിച്ചു തരുന്നുണ്ട്, പിഞ്ചു കുഞ്ഞു. അവിടെ പോതി, അവിടെ നിൽക്കി, ഇവിടെ ഇങ്ങണ്ട അടിച്ച് കാണിച്ചേ, എങ്ങനെ ആക്കി കാണിച്ചേ. ഇതാ കണ്ട കമ്പികൾ കണ്ട, മക്കൾക്ക് വെച്ചു കൊടുത്ത് എങ്ങനെയാണ് ഇവരൊക്കെ സേഫ്റ്റിയായിട്ട് എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? 2018 91 കോടി രൂപ മുടക്കി 50-100 കുടുംബങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത ബിൽഡിങ്ങിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം 4 വർഷമായപ്പോഴത്തേക്കും ഈ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ മുതൽ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങൾ വരെ ഇളകി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കടൽ തീരത്തിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഒരു വലിയ ബിൽഡിങ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അവസ്ഥയായിരിക്കും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, ഈ വർക്ക് ആരാണ് കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇത് ചെയ്തത്? തീർച്ചയായിട്ടും അവരെ ഈ നിയമത്തിൻ്റെ മുൻപിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇവരുടെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും പലതവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കാനായിട്ട് ആരും തന്നെ വന്നിട്ടില്ലേ. ഇപ്പോഴത്തെ മേജർ ഇവിടെ വന്ന് ഇവിടെ സന്ദർശിച്ച് ഇവരുടെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ഇവിടുത്തെ ഒരു സൺസൈഡിൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴേ ഇവിടെ ഇവർ കാണിച്ചു തരികയാണ് കേട്ടോ. പല സ്ഥലങ്ങളും ഇവിടെ ഓട മുഴുവന് ഏതായാലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഓടിപ്പോകാൻ പറ്റാത്ത അവസ്ഥകളെന്നാണ് പറയുന്നത്. ഈ സൺസൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നുണ്ടോ? ഈ കാണുന്നുണ്ടോ? ഇതെല്ലാം പൊളിഞ്ഞ അവസ്ഥകളാണ് കാണുന്നത്. കാണുന്നുണ്ടോ മുകളിൽ? ഇതാണ് ബിൽഡിങ്. 91 കോടി രൂപ കൊടുത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക്, നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ മതിപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പണിയത് കൊടുത്ത ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും ചെറുത് മുതൽ വയസ്സായ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾ വരെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറയാനാണ്, അതായത് പകുതി കുടുംബവും ഇവിടെ പേടിച്ച് ഈ ഭാഗത്ത് കഴിയാതെ വേറെ വാടക കൊടുത്ത് താമസിക്കേണ്ട അവസ്ഥകളുണ്ട് കേട്ടോ. വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ബന്ധപ്പെട്ട അധികാരികളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാര മാർഗം കാണാൻ പറ്റത്തുള്ളൂ. ദയവേത് ഷെയർ ചെയ്യണേ.